എന്തുകൊണ്ടാണ് തുളസിയില കൊണ്ട് ഭഗവാൻ വിഷ്ണുവിന് പൂജിക്കുന്നതും ഭഗവാൻ മഹാദേവന് പൂജിക്കാൻ എടുക്കാത്തതും? അതിനൊരു കഥയുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തയായിരുന്നു വൃന്ദ. വൃന്ദയുടെ ഭർത്താവ് ജലന്ധരൻ എന്ന അസുരനായിരുന്നു. അയാൾ നിരന്തരം ദേവന്മാരെ ആക്രമിച്ചു കൊണ്ടേയിരുന്നു. ആക്രമണം സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാർ ശിവനോട് ദുഃഖം പറയുകയും ശിവൻ ജലന്ധരനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഭഗവാൻ ശിവന് ജലന്ധരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം വൃന്ദയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ശിവന് അത് കഴിയാത്തതെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഉടനെ മഹാവിഷ്ണുവിൻ്റെ സഹായത്തോടെ ജലന്ധരനെ വധിക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ വിഷ്ണു വേഷം മാറി ജലന്ധരനായി വൃന്ദയുടെ അരികിലെത്തിയ സമയം ഭഗവാൻ ശിവൻ ജലന്ധരനെ വധിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ വൃന്ദ അവളുടെ ഭക്തിയുടെയും പവിത്രതയുടെയും ശക്തി കൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ ശിലയായി മാറട്ടെ എന്ന് ശപിക്കുകയും വൃന്ദയുടെ ജീവൻ വെടിയുകയും ചെയ്തു. ശാപപ്രകാരം ഭഗവാൻ വിഷ്ണു ശിലയായി മാറപ്പെട്ടു. ആ ശിലയാണ് ശാലിഗ്രാമ ശില എന്നറിയപ്പെടുന്നത്. വൃന്ദയുടെ ചാരത്തിൽ നിന്നുമാണ് തുളസി പുനർജനിക്കുന്നത്. തുളസി എന്നും വിഷ്ണുവിനോടൊപ്പം ഉണ്ടാകണമെന്ന് കരുതി ഭഗവാൻ വിഷ്ണു തുളസിക്ക് ഒരു വരം കൊടുത്തു: ശാലിഗ്രാമത്തെ വിവാഹം കഴിക്കുക. അതുകൊണ്ടാണ് വിഷ്ണു പൂജയ്ക്കായി തുളസി ചെടി ഉപയോഗിക്കുന്നത്. എന്നാൽ ശിവപൂജയ്ക്ക് തുളസി വിസമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ടാണത്രേ തുളസിയെ ശിവപൂജകളിൽ എടുക്കാത്തത്.